മസിൽ ബിൽഡിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? റെസ്റ്റ് എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്ങിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പ്രോട്ടീനാണ് നിങ്ങളെ മസിൽ ബിൽഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ പ്രോട്ടീൻ മാത്രമാണോ? ഗ്രോത്ത് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഇത് നിങ്ങളെ മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ ഏജ് ഗ്രൂപ്പിനും വരുന്ന ഡിഫറൻറ്റ് ആണ്. ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, 16 മുതൽ 25 വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുക. കളിക്കുന്ന പിള്ളേരാണ്, അവരുടെ ഹോർമോൺ ലെവൽ അല്ലെങ്കിൽ അവരുടെ എല്ലാം അവർ ഏറ്റവും ചെറിയ അവരുടെ പീക്ക് ലെവലാണ്. ജനിച്ചിട്ട് അവരുടെ ഏറ്റവും പീക്കായിട്ട് എത്തുന്നൊരു സമയമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിൽ അവരുടെ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും. അവരെന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ മസിലിന് അവർക്കൊരു 36 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് മതി റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവരുടെ ഹോർമോൺ ലെവൽ ഹൈ ആയിരിക്കും. എന്നാൽ ഒരു 26 വയസ്സ് മുതൽ ഒരു 35-36 വയസ്സ് വരെ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മളെ എല്ലാ ഹോർമോണും താഴത്തേക്ക് വരും, എക്സ്പെഷ്യലി ഗ്രോത്ത് ഹോർമോൺ. ആൻഡ് ഉറക്കം എന്ന് പറയുന്നത് മെയിൻ ഘടകമാണ്. ഡീപ്പ് സ്ലീപ്പിൽ മാത്രമാണ് നിങ്ങളുടെ 70% ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. മെൻസിൻ്റെ നിങ്ങളുടെ റിക്കവറി, നിങ്ങളുടെ മസിൽ ബിൽഡിങ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. 45 എബോവ് എത്തുന്ന സമയത്ത് നാച്ചുറലി അവരുടെ മെറ്റബോളിസം, പ്രോട്ടീൻ സിന്തസിസ് ഇതെല്ലാം കുറഞ്ഞു വരും. പ്രോട്ടീൻ സിന്തസിസ് കുറഞ്ഞു വന്നാൽ തന്നെ അവർക്ക് റിക്കവറിക്ക് കൂടുതൽ സമയം എടുക്കണം. 45 വയസ്സിന് മുകളിലുള്ള ഏവരും 4 to 5 വീക്കിന് ശേഷം, അതായത് ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കളിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 1 to 2 വീക്ക് ഡീലോഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പീക്ക് പെർഫോമൻസിനെ റെഡ്യൂസ് ചെയ്തിട്ട്, റെപ്സിനെയും വെയിറ്റിനെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 1 to 2 വീക്സ്, ഒരു 1 വീക്കെങ്കിലും മിനിമം നിങ്ങളുടെ വർക്കൗട്ടിനെ ഡീലോഡ് ചെയ്യണം. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിനെ കുറയ്ക്കണം. അതേപോലെ തന്നെ ചെറിയ ഏജിലുള്ള ആൾക്കാർക്ക് ഉറങ്ങേണ്ട സമയം ഒരു 6 to 8 hours നമ്മൾ പറഞ്ഞാൽ, ഏജ് കൂടുന്നതിനനുസരിച്ച് അത് 8 to 9 hours ആണ്. കൂടാതെ ഒരു 45 ഏജിന് എബോവ് ഉള്ളവരുടെ CNS ഫറ്റീഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ബോഡി പറയും എനിക്ക് എടുക്കാൻ പറ്റും, ഒരു മസിൽ മെമ്മറിയിൽ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു രീതി നമ്മൾ എടുക്കും. എന്നാൽ നമ്മളെ ബ്രെയിൻ അത് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു പ്രോപ്പർ റെസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും.